എറണാകുളം ജില്ലയിലെ കടമക്കുടി എന്ന ഗ്രാമം. മത്സ്യബന്ധനത്തിൻ്റെ ഈറ്റില്ലമാണ് ഇവിടെ. ചെമ്മീൻ, ഞണ്ട്, കരിമീൻ, തിലാപ്പിയ തുടങ്ങിയ വിവിധ തരത്തിലുള്ള മീനുകൾ ഇവിടെ കൃഷി ചെയ്യുന്നു. ഒരുപാട് മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവനമാർഗം കൂടിയാണ് ഇവിടം. പ്രകൃതി സുന്ദരമായ ഇവിടേക്ക് ധാരാളം വിനോദസഞ്ചാരികളും വന്നു പോകുന്നു. നവംബർ മുതൽ ഏപ്രിൽ വരെയാണ് കെട്ടിൻ്റെ കാലാവധി. ഫാമുകളിൽ നിന്ന് ചെമ്മീൻ കുഞ്ഞുങ്ങളെയും ഞണ്ടുകളെയും വാങ്ങി കെട്ടുകളിലിട്ടു വളർത്തി വലുതാക്കി വിൽക്കുകയാണ് ചെയ്യുന്നത്. 6 മാസം നെൽകൃഷിയും 6 മാസം മത്സ്യകൃഷിയുമാണ് ഇവിടെ ചെയ്തു വരുന്നത്. ഇവിടുത്തെ പൊക്കാളി കൃഷി പ്രസിദ്ധമാണ്. ഇത് വർഗീസേട്ടൻ, കെട്ടിലെ പണിക്കാരനാണ്. ഇത് തൂമ്പ്. പുഴയെയും കെട്ടിനെയും ബന്ധിപ്പിക്കുന്നത് തൂമ്പാണ്. വേലിയേറ്റ സമയത്ത് കെട്ടിലേക്കും ഇറക്ക സമയത്ത് തിരിച്ചും വെള്ളമിറങ്ങുന്നു. ഇപ്പോൾ ഇറക്കമാണ്. തൂമ്പിൽ പലകയിട്ട് വെള്ളം കെട്ടിൽ തടഞ്ഞു നിർത്തുന്നു. നേരം സന്ധ്യയായി. ഫാമിൽ നിന്നും ചെമ്മീൻ കുഞ്ഞുങ്ങൾ എത്തിക്കഴിഞ്ഞു. കുഞ്ഞുങ്ങളെ വഞ്ചിയിൽ കയറ്റി കെട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. കുഞ്ഞുങ്ങളെ കെട്ടിലേക്ക് ഉടനെ തുറന്നുവിടില്ല. കെട്ടിലെ വെള്ളവുമായി ഇണങ്ങുന്നതുവരെ പ്രത്യേകം നെറ്റ് കെട്ടി അതിൽ താമസിപ്പിക്കും. ഈ സമയത്ത് കോഴിമുട്ടയുടെ മഞ്ഞക്കരു ആണ് തീറ്റ. ചില സാറന്മാർ പറഞ്ഞതാണ് ഒറീസയിൽ ഒരു കാരണവശാലും പറഞ്ഞത്. ഞങ്ങൾ ഇരുന്നത് അബ്ദൊന്നായി വല്ല പറമ്പിൽ മമ്മട്ടി എടുത്ത് വല്ല കുച്ചികളയ്ക്ക് വല്ല പാവൊക്കെ ഉണ്ടൊക്കെ വെച്ച് പിടിച്ച കഴിയുന്ന നടക്കും. കുറച്ചൊരു സാധനം കൂട്ടാം. വെറുതെ ഇരുന്നത് അബ്ദമായിക്കൊണ്ടിരുന്നത്. അത് ഒറീസേൻ്റെ സംഭവിക്കണമെന്നുകൊണ്ട് പറയും. പിന്നെ ആ കൊച്ചും ബോട്ടിനെ പറ്റി അത് ഞങ്ങൾക്ക് ഗവേഷണത്തിന് പല മേഖലയിലേക്കും പോയിട്ടുണ്ട്. കൊച്ചും ബോട്ട് നമ്മുടെ അനുഗ്രഹം എന്നാണ്. ഈ ഞണ്ടിച്ച് ചെമ്മിച്ചിൻ്റെ മീറ്റിൻ്റെ ടേസ്റ്റ് ഒന്നും ഇങ്ങോട്ട് പറയലില്ല. വടക്കോട്ട് പറയല്ലോ, തെക്കോട്ട് പറയല്ലോ. വേലി ഇറക്ക സമയമാണ്. തൂമ്പിൽ ഉള്ള ലൈറ്റിൻ്റെ പ്രകാശത്തിൽ ആകൃഷ്ടരായി ചെമ്മീൻ വരുന്നുണ്ട്. വർഗീസേട്ടൻ പലകയെടുക്കുകയാണ്. വെള്ളത്തോടൊപ്പം വരുന്ന ചെമ്മീൻ പുറത്തു കെട്ടിയിരിക്കുന്ന വലയിൽ കുടുങ്ങുന്നു. ആ വലയെടുത്ത് വഞ്ചിയിൽ വെച്ചിരിക്കുന്ന ബോക്സിൽ ഇടുന്നു. പിന്നീട് ഐസിട്ട് ചെമ്മീൻ കേടാകാതെ സൂക്ഷിച്ചു വെച്ച് രാവിലെ മാർക്കറ്റിൽ കൊണ്ടുപോകുന്നു. സഹൃദയനായ വർഗീസേട്ടൻ ജീവിതത്തിൻ്റെ
നല്ലൊരു ഭാഗവും ചെമ്മീൻ കെട്ടുകളിലാണ് ജീവിക്കുന്നത്. നന്മയുള്ള വർഗീസ് ചേട്ടനെ പോലെയുള്ളവരെ കണ്ടുമുട്ടുക എന്നുള്ളത് നമ്മുടെയും ഒരു ഭാഗ്യമാണ്.